ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ കറിവേപ്പില എങ്ങനെ കാലങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്തായിരുന്നു നമ്മുടെ കറിവേപ്പ്. അന്നേരം ഒരുപാട് ഇല നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് കറിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഇതിനെല്ലാം നമുക്ക് കളയാതെ എടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തണ്ടോടുകൂടി തന്നെ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുമായിരുന്നു. മൊത്തത്തിൽ ഇലയായിട്ട് എടുക്കണ്ട, അല്ല ഇതിൻ്റെ വലിയ ആ കമ്പലിരിക്കുന്ന ആ തണ്ട് പോലെ തന്നെ നമുക്കിതിങ്ങനെ ഒടിച്ചെടുക്കാം. നമുക്കിത് മൊത്തം അങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ കൃഷിയും ഗാർഡനിങ്ങും ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളുടെ ചാനലിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അത് താല്പര്യമുള്ളവർ കയറി കാണണം. നേരത്തെ ആണെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പിലയൊക്കെ വേണം എടുക്കാം. പക്ഷേ അത് ഏറ്റവും വിഷമായിട്ടുള്ളത് ഒന്നാണ് കറിവേപ്പ്. കാരണം ഇലകളിൽ ഡയറക്റ്റായിട്ട് വിഷം തളിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കരുത്. നമ്മുടെ നാടൻ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതുപോലെ തന്നെ കറിവേപ്പ് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. നമ്മളുടെ ഇവിടെ 2 ചെറിയ ഇലയോട് കൂടിയിട്ടുള്ള കറിവേപ്പാണുള്ളത്. ഇതിന് നല്ല മണമാണ്. പ്രത്യേകിച്ച് മോരിനകത്തൊക്കെ ഇടുമ്പോഴത്തേന് നല്ല മണമുള്ള ടൈപ്പാണ്. എന്നാൽ ഒരുപാട് വലിയ ഇലയോട് കൂടിയിട്ടുള്ള കറിവേപ്പും നമുക്കിവിടെ ഉണ്ട്. എന്നാൽ അതിന് ഇതിൻ്റെ അത്രയും നല്ലൊരു മണം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഒടിച്ചെടുത്ത കറിവേപ്പില ചിലന്തി വില വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ തണ്ടോട് കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ നമ്മൾ സ്ഥിരമായിട്ട് മുളകൊക്കെ ഉണക്കുന്ന ഒരു പായലാണ് ഉണക്കാനായിട്ട് വെക്കുന്നത്. ഇത് അടത്തിയൊന്നും ഇടേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ഉണക്കിയെടുക്കാം. അതിന് ശേഷം നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തണ്ടയെ പിടിച്ച് ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോഴത്തേന് ഇത് മൊത്തം കുഴിഞ്ഞു വരും. അതിന് ശേഷം നമുക്ക് ഇലയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിങ്ങനെ തന്നെ ഇതിനെ ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം. ആദ്യത്തെ ഒരു ദിവസത്തെ നല്ലൊരു വെയിൽ കിട്ടിയതിന് ശേഷം ബാക്കി 3-4 ദിവസം തണലത്ത് ഉണങ്ങിയെടുത്തതാണ് നമ്മുടെ ഈ കറിവേപ്പില. കണ്ടോ, ആ തണലത്ത് ഉണങ്ങിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചെറിയൊരു പച്ചപ്പിൻ്റെ ആ കളർ ഇതിനകത്ത് ഫീൽ ചെയ്യും. തണലത്ത് ഉണങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ ദിവസം നമ്മുടെ ഇതിൽ പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസം നല്ലൊരു വെയിൽ കൊള്ളിച്ചത്. അതിന് ശേഷം നമ്മൾ എത്രയോ ഇട്ടത്, അതിനിപ്പോൾ ഇത്രയേ ഉള്ളേ. ഇതിനകത്ത് തണ്ടേ നല്ല ഇത് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടത്തിയെടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തണ്ടേ നല്ല ഇത് കൊഴിഞ്ഞു വീണു. ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അപ്പം നമ്മളിതിനെ ഇനി സൂക്ഷിച്ച് വെക്കണമല്ലോ. നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഇതിനെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഇത് ടൈപ്പ് കണ്ടെയ്നർ ആണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കവറാണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടുന്ന ടൈപ്പ് കുപ്പിയാണെങ്കിലും ഉപയോഗിക്കാം. ഗ്ലാസ് കുപ്പിയില്ലേ, അതാണേലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് എടുത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഞാൻ ഇതുപോലെയുള്ള എയർ ടൈറ്റായിട്ടുള്ള ഒരു കവറിലാണ് ഞാൻ ഇതിനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഇതിനകത്ത് കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് മാറ്റാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് ചിലന്തി വലയൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇട്ടത്. പിന്നെ നമ്മളിതൊന്ന് എടുത്ത് വെക്കുമ്പോഴത്തേന് ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം നമുക്കിതിനെ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിനെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ നമ്മൾ ഇത് ഓരോ ദിവസം കറിക്കൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ, ഇതിന് നമുക്ക് എത്രയാണോ അളവ് വേണ്ടുന്നത് അത്രയും അളവ് എടുക്കുക. അതിനുശേഷം അത് വെള്ളത്തിലോട്ടിടുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെള്ളത്തിലോട്ടിട്ട് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കറികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്കിതിനെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം.
പ്രത്യേകം പറയട്ടെ, ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. കാരണം ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവിടെ കറിവേപ്പില ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതേ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഇത് എല്ലാവരിലും എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.